നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ യാത്രകളും ആഡംബരത്തിനു വേണ്ടി സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഒഴിവാക്കണമെന്നും സ്വദേശി ഉൽപ്പന്നങ്ങളും ആഭ്യന്തര വിനോദസഞ്ചാരത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം എണ്ണ വിതരണം തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ വില വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കാനുള്ള സാധ്യതകൾ ശക്തമാകുന്നു എന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ പ്രധാനമന്ത്രിയുടെ അസാധാരണ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്. ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന പൊതുജനങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഹൈദരാബാദിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ ദേശസ്നേഹം എന്നത് സൈനികരുടെ ത്യാഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിലെ ഉത്തരവാദിത്വമുള്ള പെരുമാറ്റവും അതിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതിയെ പ്രോത്സാഹിപ്പിക്കാനും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ഭക്ഷ്യ എണ്ണയുടെയും രാസവളങ്ങളുടെയും ഉപയോഗം നിയന്ത്രിക്കുന്നതിലൂടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി സ്വീകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കുമ്പോഴും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കായി പെട്രോൾ ഡീസൽ വിലയിൽ സ്ഥിരമായി നിലനിർത്താൻ സർക്കാർ വലിയ തുക ചെലവഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോള ഇന്ധനവില വർധനവിന്റെ ആഘാതം കുറയ്ക്കാൻ പ്രതിദിനം 1600 മുതൽ 1700 കോടി വരെയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ധനകമ്മി വളരെയധികം കൂട്ടും. യുദ്ധം മൂലം മേഖലയിൽ അധികം പരിക്കേൽക്കാതെ നിൽക്കുന്ന ഈ ശബ്ദ വ്യവസ്ഥയാണ് ഇന്ത്യക്ക് ഉള്ളത്. എന്നാൽ ദിവസേന വിപണിയിലേക്ക് പണം പമ്പ് ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിച്ചേക്കാം. ഈ സാമ്പത്തിക ഭാരം കുറയ്ക്കാനാണ് പ്രധാനമന്ത്രി ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കണമെന്നും സാധ്യമാകുന്നിടത്തെല്ലാം മെട്രോ സേവനങ്ങളും ബസ്സുകളും മറ്റ് പൊതുഗതാഗത മാർഗങ്ങളും ഉപയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കാർ പൂളിംഗ് പരീക്ഷിക്കാനും ചരക്ക് നീക്കത്തിനായി റെയിൽവേയെ കൂടുതൽ ആശ്രയിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തെ ഭീതികൾ പരാമർശിച്ചുകൊണ്ട് യാത്രകൾ കുറയ്ക്കാനും ഇന്ധനം ലാഭിക്കാനും ചെലവ് ചുരുക്കാനും വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ മീറ്റിംഗുകൾ, വെർച്വൽ കോൺഫറൻസുകൾ എന്നിവ വീണ്ടും നടപ്പിലാക്കുമെന്നും മോദി പറഞ്ഞു. തുടക്കമെന്ന നിലയിൽ സ്വയം നിയന്ത്രണങ്ങളാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ മോശമാകുമെന്ന ഘട്ടം എത്തിയപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്രം നിർബന്ധിതരാകുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ അസാധാരണ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം പരിക്കില്ലാതെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഇത് കണക്കിലെടുത്താണ് വിദേശ വിനോദയാത്രകളും വിദേശത്തെ വിവാഹ ആഘോഷങ്ങളും അത്യാവശ്യമല്ലാത്ത സ്വർണം വാങ്ങലും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരം ഇടപാടുകൾ കുറയ്ക്കുന്നത് പണം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിർത്താനും രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. എണ്ണ, സ്വർണം എന്നിവയുടെ ഉയർന്ന ഇറക്കുമതി ചെലവ് കാരണം കഴിഞ്ഞ 10 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപ രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ധനത്തിന്റെ ആവശ്യം കുറയ്ക്കുന്നത് ഇറക്കുമതിയുടെ മേലെയുള്ള സമ്മർദ്ദം കുറയ്ക്കുമെന്നും ഭാവിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.